ഇപ്പോൾ ടെലിഫോൺ ലാങ്കിൽ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന ഷാനവാസ് കൂടി ചേരുന്നു നമ്മോടൊപ്പം. ഷാനവാസ്, ഈ കടുവയെ കണ്ടത് ഈ നൗഫൽ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണെന്ന് പറയുന്നു. എന്താണ് നിങ്ങൾ കണ്ടത്? ഹലോ. ഷാനവാസ്, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സാർ. അവിടെ ഒരു നൗഫൽ എന്ന് പറയുന്ന ആളുടെ വീട്ടിന് മുറ്റത്താണ് ഈ കടുവയെ കണ്ടതെന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങൾ കണ്ടത്? എന്താണ്? എന്റെ നെയ്ബറാണ്, എന്റെ തൊട്ട അയൽവാസിയാണ്. അവിടെ ഡ്രസ് എടുക്കുന്ന സമയത്താണ് ഇത് നമ്മുടെ ഇതിലൂടെ പാസ് ചെയ്തത്. അതായത് ഇത് നേരെ റോഡാണ്. ആ വീട്ടുമുറ്റത്തൂടെ കടുവ ഓടിപ്പോന്നാണോ കണ്ടത്? ഓക്കെ. എങ്ങനെ? ഈ വീട്ടുമുറ്റത്തോടു കൂടി കടുവ ഓടിപ്പോന്നതാണോ കണ്ടത്? വീട്ടുമുറ്റല്ല, വീടിന്റെ തൊട്ടു ചേർന്നിട്ട് റോഡാണുള്ളത്. ഈ റോഡിനോട് ചേർന്നിട്ട് ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റിന്റെ റോഡാണിത്. നമ്മൾ ഇന്നലെ കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ കഷ്ടി ഇങ്ങോട്ടേക്ക് ഉള്ളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, അതൊരു ചോലയാണ്, ഇവിടുന്ന് നമുക്ക് അതിലോട്ട് ഷോട്ടുണ്ട്. അതിലെയാണ് ഇന്നലെ ആ സ്ത്രീ നടന്നു പോയത്. അവിടെ നിന്നാണ് ഇന്നലെ അതിനെ പിടിച്ചത്. അത് ശരി. അപ്പൊ ഈ റോഡിലൂടെ ഈ കാടിനുള്ളിലേക്കാണോ പോയത്? അതെ. കാടിനുള്ളിലേക്കാണ്. ഈ ഫോറസ്റ്റിന്റെ സൈഡിൽ, അതായത് ഈ ഇതിനോട് ചേർന്നുള്ള ഫോറസ്റ്റിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു ഈ സാധനം. ഇവര് കുരങ്ങെല്ലാം ഒച്ചിട്ട് പായുന്ന കണ്ടപ്പോഴാണ് ഇവര് പുറത്തിറങ്ങി നോക്കിയത്. അങ്ങനെ ലൈവായിട്ട് ഇവര് നടന്നു പോകുന്നത് കണ്ടിട്ടാണ് ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോഴാണ് അതിന്റെ ഉള്ളിലോട്ട് പാസ്സായത്. അപ്പൊ ഈ ബഹളം കേട്ടപ്പോ പിന്നെ അത് ഓടി പോകണോ ചെയ്ത്? അങ്ങനെയാണോ? അതെ. അതിന്റെ ഉള്ളിലോട്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട്. വേറെ എവിടെയും പോയിട്ടില്ല അതിന്റെ ഉള്ളിൽ. അപ്പൊ ഈ ചുറ്റിനുള്ള ആൾക്കാർ അറിയുന്നവരും പിന്നെ ഫോറസ്റ്റുകാരും കൂട്ടിയിട്ട് ജന്മാനും ടീമെല്ലാം ചുറ്റിനും നടക്കുന്നുണ്ട്. ഷാനവാസിന്റെ വീടും അവിടെ തന്നെ അല്ലേ, തൊട്ടടുത്തല്ലേ? അതെ, എന്റെ വീട് തൊട്ടടുത്താ. ഞാൻ അവിടെ ആ മേഖലയിൽ ഇപ്പൊ ഷാനവാസ് നൗഫൽ കൂടാതെ എത്ര വീടുകൾ ഉണ്ടാവും അവിടെ ഈ ഭാഗത്ത്? ഈ ഭാഗത്ത് ഒരുപാട് വീടുണ്ട്, 10-12 വീടുകളുണ്ട്. അത് ശരി. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ആ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ മാറിയോ? ഇല്ലല്ല, എല്ലാവരും വീടിന്റെ ഉള്ളിൽ കയറ്റി സേഫ് ആക്കിയിട്ടുണ്ട്. കുട്ടികളെയും പിന്നെ പെണ്ണുങ്ങന്മാരെല്ലാം വീടിനകത്താണ് അല്ലേ? അതെ. ശരി, ഓക്കെ. ഇപ്പൊ തെരച്ചിൽ നടത്തുന്നുണ്ടോ അവിടെ? പോലീസുകാരും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഫുൾ ടീം വന്നിട്ടുണ്ട്. എല്ലാവരും നാട്ടുകാരും കൂടിയിട്ട് പിന്നെ ചുറ്റും നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. ശരി ഷാനവാസ് പ്രതികരിച്ചു. ഷാനവാസ് എന്നയാളാണ് ഈ കടുവയെ കണ്ടത്. നൗഫൽ എന്ന് പറയുന്ന ഷാനവാസിന്റെ അയൽവാസി അവരുടെ വീടിനോട് ചേർന്ന് ഒരു റോഡിലൂടെ നടന്നു പോകുന്നതാണ് കണ്ടത്. ആ റോഡിന് തൊട്ടടുത്താണ് വീട്. വീടിനും റോഡിനും ഇടയിലായി നടന്നു പോകുന്നത് കാഴ്ചയാണ് കണ്ടത്. പെട്ടെന്ന് ബഹളം വെച്ചപ്പോൾ ഇത് കാട്ടിലേക്ക് ഓടി മറഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഈ വനമേഖലയാണെന്ന് പറയുന്നു. അപ്പോൾ ആ കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഷാനവാസ് പറയുന്നത്. ആ മേഖലയിലാകെ ഏതാണ്ട് 12ഓളം വീടുകളുണ്ട്. ആ വീട്ടിൽ ഉള്ള ആൾക്കാരൊക്കെ വീടിനകത്ത് സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് എന്നാണ് ഷാനവാസ് അറിയിച്ച വിവരം. അഭിജിത്ത് മുഴക്കുന്ന് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. നേരത്തെ ഉണ്ടായ സ്ഥലം ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം ആ മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ തിരികെ വരുന്നുണ്ട്. എനിക്ക് തോന്നി സുരക്ഷ എന്ന കാര്യം ഒന്ന് ഇരുട്ട് വീഴുന്ന സമയം കൂടിയാണ്. അതൊക്കെ പരിഗണിച്ചായിരിക്കണം ഇപ്പോൾ എക്വിപ്ഡ് ആവാതെ ഈ സമയത്ത് അവിടെ പോകുന്നത്. ഒട്ടും സേഫ് അല്ല അതാരാണെങ്കിലും. ആ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസുകാരെയും മാറ്റുന്നത്. വിവരങ്ങൾ പറയും. തീർച്ചയായും പ്രജൻ, ഇപ്പോൾ ASP ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തുണ്ട്. ഇവർ ഈ പ്രദേശവാസികളെയും ഒപ്പം നമ്മളെ ഉൾപ്പെടെ ഈ മേഖലയിൽ നിന്ന് മാറ്റുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാം, അങ്ങകലെ ഒരു വീട് കാണാം. ആ വീടിന്റെ സമീപത്തു കൂടിയാണ് ഈ കടുവ ഇതിലെ പാസ് ചെയ്തു പോയത് എന്നുള്ളതാണ് ഈ കണ്ടവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിന് തൊട്ടടുത്ത് തന്നെ നിരവധി വീടുകളുണ്ട്. ഈ നിരവധി വീടുകളിൽ എല്ലാവരും തന്നെ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങുന്നവരാണ്. കുട്ടികൾ ഉൾപ്പെടെ പുറത്തുണ്ടായി എന്നുള്ള കാര്യം ഈ നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ഈ ഷാനവാസ് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാളുടെ വീടിന് തൊട്ടു സമീപത്ത് കൂടിയാണ് ഈ കടുവ പോകുന്നത് കണ്ടത്. അങ്ങനെയെങ്കിൽ ഏറെ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കടുവയെ വെടിവെക്കണം എന്നുള്ള കാര്യം നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. അപ്പോഴും ഈ വനം വകുപ്പിന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ കടുവയെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. തങ്ങളുടെ റഡാറിനുള്ളിൽ തന്നെ കടുവയുണ്ട് എന്നുള്ള കാര്യം രാവിലെ തന്നെ ഈ ദൗത്യസംഘം വ്യക്തമാക്കിയതാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ക്യാമറയിൽ പതിയുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളൊരു പ്രയാസകരമായ ഒരു ദൗത്യം അത് ഈ സംഘത്തിന് മുന്നിലുണ്ടായിരുന്നു. ഏതായാലും അല്പസമയം മുൻപാണ് ഈ കടുവയെ കണ്ടു എന്നുള്ളൊരു കാര്യം നാട്ടുകാർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് ആൾക്കാരെ പ്രദേശവാസികളെ ഉൾപ്പെടെ എല്ലാവരെയും പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ തിരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ദൗത്യസംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നിപ്പോൾ സന്ധ്യയാവാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു പക്ഷേ ഈ കടുവയൊക്കെ പുറത്തിറങ്ങാനുള്ള സാധ്യത അത് കൂടുതൽ തന്നെയാണ്. അതിനാൽ വേണ്ട രീതിയിലുള്ളൊരു സുരക്ഷ അത് തങ്ങൾക്ക് ഏർപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം തങ്ങളുടെ സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യം ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കുക പെട്ടെന്ന് തന്നെ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കത് കാണാം. ആ ഡ്രോൺ പരിശോധന അവിടെ തുടങ്ങിയിട്ടുണ്ട്. കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഒരു തിരച്ചിൽ നടത്തുന്നത്. കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഭാഗങ്ങളിലേക്ക് സുരക്ഷ കൂട്ടാൻ പറ്റും, അവിടത്തേക്ക് നാട്ടുകാരൊക്കെ പോകുന്നത് തടയാൻ പറ്റും. പിന്നീട് കടുവയെ കൂട്ടിലാക്കണമോ അല്ലെങ്കിൽ വെടിവെക്കണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാനും കഴിയും. അപ്പോൾ കൃത്യമായി കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഷാനവാസ് എന്ന് പറയുന്ന ഇപ്പോൾ കടുവയെ കണ്ടയാൾ പറഞ്ഞൊരു കാര്യം, ഇന്നലെ പഞ്ചാരക്കൊല്ലിയിൽ രാധയെ ആക്രമിച്ച സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ കടുവയെ കണ്ടത് എന്ന് പറയുമ്പോൾ അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കാട്ടിനകത്തേക്ക് ഈ കടുവ പോയിട്ടില്ല എന്ന കാര്യം അത് ഉറപ്പിക്കാം. അത് ഒരു 99% നമുക്ക് സ്ഥിരീകരിക്കാം. ഈ ഘട്ടത്തിൽ കാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല കടുവ എന്നത് കാര്യം ഉറപ്പിക്കുന്നു. കാരണം ജനവാസ മേഖലയിൽ തന്നെ വീണ്ടും കടുവ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. അത് ഇന്നലെ പഞ്ചാരക്കൊല്ലിയിൽ രാധയെ ആക്രമിച്ചു കൊന്ന സ്ഥലത്തു നിന്നും 1 കിലോമീറ്റർ മാത്രം മാറിയാണ് എന്ന് പറയുമ്പോൾ അത് അത്യന്തം ഗൗരവമേറിയ വാർത്ത കൂടിയായി മാറുന്നുണ്ട്. അഭി, തുടരാം. തീർച്ചയായും പ്രജിൻ, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാട്ടുകാരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്, ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ഭീതി മുൻനിർത്തി തന്നെയാണ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ ഇന്നലെ മുതൽ കടന്നിട്ടുള്ളത്. ഇന്നലെ അവർക്കൊരു ഉറപ്പ് ലഭിച്ചു, ഈ കടുവയെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലും, ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് ഇവിടെ അരങ്ങേറിയ വലിയ പ്രതിഷേധത്തിന് ഇന്നലെ ഒരു വിരാമമുണ്ടായത്. പക്ഷേ ഇന്ന് വീണ്ടും ആ ഒരു പ്രതിഷേധത്തിലേക്ക് ഇന്ന് രാവിലെ മുതൽ, രാധയുടെ സംസ്കാരം കഴിഞ്ഞത് മുതൽ അവർ കടക്കാനിടയായ സാഹചര്യം ഇത് തന്നെയാണ്. അവർ ആശങ്കപ്പെട്ടത് തന്നെ ഒരുപക്ഷെ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളിടത്ത് തന്നെയാണ് അവരുടെ ഈ ഒരു പ്രശ്നം അവർ ചൂണ്ടിക്കാട്ടുന്നതും. കാരണം ഇനിയും ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഒരു നരഭോജി കടുവയാണ്. അത് എത്രത്തോളം തങ്ങളുടെ ജീവനും തങ്ങളുടെ സ്വത്തിനുമൊക്കെ അത് ഭീഷണിയായി മാറും എന്നുള്ള ആശങ്ക തന്നെയാണ് നാട്ടുകാർ പലപ്പോഴായി പങ്കുവച്ചിട്ടുള്ളത്. അത് ഏതായാലും അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ കടുവയെ കണ്ടു എന്നുള്ളൊരു വിവരം ഈ നാട്ടുകാരൻ തന്നെ പറയുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഒരു തിരച്ചിൽ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ഈ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി അഭി, അവിടെ തുടരുക, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, തിരികെ കൂടുതൽ ദൃശ്യങ്ങളിലേക്കും ഒപ്പം തന്നെ പുതിയ വിവരങ്ങളിലേക്കും